അത് ശരി, ഓല് വെള്ള ചോദിക്കണല്ലേ. മാലിക് അലൈഹി ഇസ്ലാം പറഞ്ഞു, പഠിച്ചോനെ എനിക്ക് എന്നെക്കാൾ അറിയാം, നീ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഇന്നക അൻത അഅലമു മിന്നി, നിനക്ക് എന്നെക്കാൾ അറിയാം, പക്ഷെ നീ എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഇന്നഹും യത്ലൂബൂനൽ ഗൈസ്, അവരൊരു നല്ല തണുത്ത വെള്ളമുള്ള ഒരു മഴയാ റബ്ബേ ചോദിക്കുന്നത്. ശരി, അതാ ചോദിക്കുന്നതിനെ. തണുത്ത വെള്ളമുള്ളൊരു മഴ, തണുത്ത വെള്ളമുള്ള ഒരു മഴയാണ് അവർ ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ, ആ മഴ, തണുത്ത വെള്ളമുള്ള മഴ അവർ ചോദിക്കുമ്പോൾ അള്ളാഹു ഉടനെ തന്നെ നരകത്തിന്റെ മുകളിൽ ഒരു കാർമേഘം കയറ്റി. ആ കാർമേഘം കാണുമ്പോൾ ഇവർ ആഹ്ലാദിക്കുകയാണ്. എടാ എടാ, അടുത്ത നിമിഷം നമുക്ക് സമാധാനം വരും, നല്ല മഴ പെയ്യാൻ പോകുന്നു, നരകത്തിലേക്ക് നല്ലൊരു മഴ പെയ്യാൻ പോകുന്നു, നമ്മൾ സമാധാനായി. ഇതാര് പറഞ്ഞതാ? റസൂലുള്ള സഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തതാ. ഒരു സമയത്ത് നരകത്തിന്റെ ഒരു ചിത്രം, നരകത്തിന്റെ ഒരു ചിത്രം റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതാ. അപ്പൊ മഴ അങ്ങോട്ട് പെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, ചുവന്ന കാർമേഘം, ആ കാർമേഘം പെയ്തിറങ്ങി നോക്കുമ്പോൾ ഉർസിലത് അലൈഹിമുൽ അഖാരിബ്, സുബ്ഹാനല്ലാഹ്, ഒരു തരം തീത്തേളുകൾ, തീത്തേളുകൾ, തീയിന്റെ തേളുകളാണ് മഴയായി വർഷിക്കുന്നത്. ആ തീത്തേളുകൾ ഇവർ ആക്രമിക്കുകയാണ് മഴയായി പെയ്തിറങ്ങിയിട്ട്. ഇവർ പറഞ്ഞു, പഠിച്ചോനെ ഞങ്ങൾ ഇതല്ലായിരുന്നല്ലോ ചോദിച്ചിരുന്നത്, തണുത്ത വെള്ളമുള്ളൊരു മഴ ചോദിച്ചിട്ട് റബ്ബേ നീ തേൾമഴയാണല്ലോ ഞങ്ങൾക്ക് തന്നത്, റബ്ബേ ഞങ്ങളെ ഇനിയും നീ ശിക്ഷിക്കാൻ തന്നെയാണോ തീരുമാനം? ഇതുവരെ തീയിന്റെ കടി കൊണ്ടാ മതിയായിരുന്നു, ഇപ്പൊ തേളിന്റെ കടിയും കൂടെ ഏൽക്കണം. തീയിൽ കത്തിപ്പോകാത്ത ഒരു തരം തീത്തേളുകൾ, സുബ്ഹാനല്ലാഹ്, അതിന്റെ ശക്തമായ മർദ്ദനങ്ങൾ ഏൽക്കണം പാവങ്ങൾ. അപ്പൊ ആ കൂട്ടത്തിലൊരാൾ പറഞ്ഞു, എടാ നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ പൊറുതിയേട് പറഞ്ഞിട്ടായിരിക്കും അള്ളാഹു തആല ഇങ്ങനെയൊക്കെ നമ്മളെ കാട്ടിയത്. ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ? ക്ഷമിക്കാത്തതാ നമ്മളെ കുഴപ്പം. ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെടാതിരിക്കാനുള്ള കാരണം ഒറ്റ കാരണമാണ്, അത് അങ്ങനെ തന്നെയാണ്. ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ ക്ഷമല്ല എന്നുള്ളതാ മനുഷ്യൻ രക്ഷപ്പെടാതിരിക്കാനുള്ള കാരണം. ഹറാമ് കാണും, നോക്കാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. ഹറാമ് മുന്നിൽ വരും, എടുക്കാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. ഹറാമായ സംഗതികൾ കാണാൻ ബന്ധപ്പെടാനുണ്ടാകും, ആ ഹറാമുമായിട്ട് മാറി നിൽക്കണമെങ്കിൽ ക്ഷമ വേണം. നിസ്കാരം മുമ്പിലെത്തുന്നു, അത് നിർവഹിക്കണമെങ്കിൽ ക്ഷമ വേണം. ആരാധനകൾക്ക് ക്ഷമ വേണം. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ക്ഷമ വേണം. ഉമ്മ മരിക്കുമ്പോൾ, ഉപ്പ മരിക്കുമ്പോൾ, ഭാര്യ മരിക്കുമ്പോൾ, മക്കൾ മരിക്കുമ്പോൾ അപകടങ്ങൾ തരണം ചെയ്യണമെങ്കിൽ ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിൽ മനുഷ്യൻ മൊത്തം രക്ഷപ്പെടുമായിരുന്നു. ക്ഷമല്ലാത്തത് തന്നെയാ കുഴപ്പം. അപ്പൊ ഇവർ പറഞ്ഞു, ക്ഷമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുടുങ്ങിയത്. അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് ക്ഷമിച്ചു നോക്കുക, അപ്പൊ അള്ളാഹ്ക്ക് ഒരു കനിവ് തോന്നിയാലോ. നരകത്തുന്നാപ്പതേ അവിടെ പോയിട്ട് വയല് അറിയാനും നന്നാക്കാനും ഒക്കെ ആളുണ്ടാവും. പറഞ്ഞു നോക്കുകയാണ്, നമ്മൾ കുറച്ചൊന്ന് ക്ഷമിച്ചു നോക്കുക, അഥവാ അള്ളാഹ്ക്ക് ഒരു കനിവ് തോന്നിയെങ്കിലോ. അങ്ങനെ ഇരുന്നവർ ക്ഷമിക്കത്രേ. എല്ലാവരും പറയും, ഞാനും മിണ്ടിപ്പോകരുത്, വായടച്ച് പിടിക്കും, കടിച്ച് പിടിക്കും. അവരുടെ സങ്കടം അവർ കടിച്ച് പിടിക്കുന്നതിന്റെ ഇടയിലാണ് വിതുമ്പിപ്പൊട്ടുന്ന സങ്കടം അങ്ങനെ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ നിയന്ത്രിച്ച് വല്ലാതെ വേദനിക്കുന്നുണ്ട്, കരയണമെന്ന് പൂതിയുണ്ട്, പക്ഷെ കരയാതെ ക്ഷമിച്ചു നോക്കുക. അങ്ങനെ കുറേ നാൾ കഴിയും. കുറേ നാൾ കഴിയുമ്പോൾ ഒരു മറുപടി ഇല്ല അള്ളാഹിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ അയാൾക്ക് നിയന്ത്രണമാണ് പൊട്ടും. അയാളിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണല്ലോ, അമ്പിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അയാൾ പറയും, സവാഉൻ അലൈനാ ജസിഅനാ അം സബർനാ. ഇവിടെ നമ്മൾ ക്ഷമിച്ചാലും കണക്കാണ്, പൊറുതിയേട് കാട്ടിയാലും കണക്കാണ്. എന്തെങ്കിലുമൊക്കെ തൊള്ളേ തോന്നി പറഞ്ഞോ, അതെങ്കിലും ഒരു സുഖാണ് പറഞ്ഞോ. പിന്നെ എല്ലാവരും കൂടെ വിളിച്ച രണ്ടാമത് കൂവാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, എൻ്റെ സുഹൃത്തുക്കളെ, ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും വരാനുള്ളതാണല്ലോ. അള്ളാഹുവേ, ഞങ്ങളെ നീ അങ്ങോട്ട് എത്തിക്കരുത് റഹ്മാനെ, ഞങ്ങളെ നീ അവിടെ എത്തിക്കരുത് റഹ്മാനെ, ഞങ്ങളെ നീ രക്ഷിക്കണേ റഹ്മാനെ, ഞങ്ങളെ കുടുംബത്തെ നീ സലാമത്താക്കണേ റഹ്മാനെ, ഞങ്ങളെ മാതാപിതാക്കളെ നീ രക്ഷിക്കണേ റഹ്മാനെ. നോക്ക് നിങ്ങൾ, പിന്നെ വിളിച്ച് കൂവാൻ തുടങ്ങി. മഴ 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 ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു തആല മഴ കൊടുക്കുകയാണ്. അള്ളാഹു മഴ കൊടുക്കുന്നു. അള്ളാഹു മഴ കൊടുക്കുമ്പോ അതാ വലിയ ഒരു കാർമേഘം വീണ്ടും കയറുന്നു. ആ കാർമേഘം കറുപ്പാണ്. ആ കാർമേഘം കറുപ്പാണ്. നേരത്തെ കയറിയ കാർമേഘം ചുവപ്പായിരുന്നു, ഇത് കറുപ്പാണ്. കറുപ്പായപ്പോൾ ഇവർ പറഞ്ഞു, ഇല്ല പ്രതീക്ഷ ഉണ്ട്. കാരണം കടിഞ്ഞ കാർമേഘം ചുവപ്പായിരുന്നു. അപ്പം പിന്നെ തീത്തേള് വർഷിച്ചതിന് പറയേണ്ട, അത് ചുവപ്പായിരുന്നു മേഘം. ഇപ്പൊ കറുത്ത മേഘമായതുകൊണ്ട് ഇനി എന്തായാലും വെള്ളം തന്നെയാ. കറുത്ത മേഘമായതുകൊണ്ട് ദുനിയാവിൽ നിന്ന് കറുത്ത കാർമേഘം കയറിയാ നല്ല വെള്ളല്ലേ നമുക്ക് കിട്ടല്, ഇത് വെള്ളം തന്നെയാ എന്ന് പറഞ്ഞ് ആശ്വാസം കൊള്ളുമ്പോഴാണ് അതാ ഉർസിലത്ത് അലൈഹിമുൽ ഹയ്യാത്ത്. സുബ്ഹാനല്ലാഹ്,
അവരിലേക്ക് പെയ്തിറങ്ങുന്നത് നീണ്ടു വലിഞ്ഞ തുള്ളികളാണ്, വലിയ സർപ്പങ്ങൾ. ഇതുവരെ തേളിന്റെ കടിയും തീയിന്റെ കടിയും അനുഭവിച്ചാൽ മതി, ഇനി സർപ്പത്തിന്റെ കടിയും കൂടെ അനുഭവിച്ചേ പറ്റൂ. തീയിൽ കത്തിപ്പോകാത്ത ഒരു തരം സർപ്പങ്ങൾ. അപ്പൊ ഇവർ മാലിക്കിനെ വിളിച്ചിട്ട് ചോദിക്കും, അല്ല മാലിക്കേ, എന്താ അപ്പൊ റബ്ബിന്റെ തീരുമാനം? ഞങ്ങളെ ഇക്കോലത്തിൽ കട്ടപ്പെടുത്താൻ തന്നെയാണോ? മാലിക് പറയുന്ന, എടാ ക്ഷമിക്കലും ക്ഷമിക്കാതിരിക്കലും ഒക്കെ അതൊക്കെ ദുനിയാവെന്ന് നോക്കണം. ഇവിടെ വന്ന് തരികിട കാണിച്ചിട്ട് കാര്യമില്ല. ദുനിയാവെന്ന് വയത് പറഞ്ഞപ്പോ നിങ്ങൾ നിഷേധിച്ചല്ലേ, ക്ലാസ് കേട്ടപ്പോ നിങ്ങൾ പരിഹസിച്ചല്ലേ, എന്റെ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ കേട്ടപ്പോ നിങ്ങൾ ധിക്കരിച്ചല്ലേ, അവഗണിച്ചല്ലേ, ഖുർആനിനോട് അലംഭാവം കാണിച്ചല്ലേ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസത്തെ വിഷയം അതായിരിക്കും, വിശുദ്ധ ഖുർആനും വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അലംഭാവം. അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഖുർആനിനോട് അലംഭാവം കാണിച്ചല്ലേ, അതിനെ അവഗണിച്ചല്ലേ. എന്നാൽ മാലിക് അലൈഹി ഇസ്ലാം പറഞ്ഞു, മക്കളെ ഒന്നും കരുതണ്ട, അവിടെ കിടന്നോ, അവിടെ കിടന്നോ, അവിടെ കിടന്നോ. കിടന്നാ പോരാ, ഒരു കാര്യം ഞാൻ പ്രഖ്യാപിക്കാം, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതെന്താ? മക്കളെ, ലൻ നസീദകും ഇല്ലാ അദാബാ. ഇവിടെ നിങ്ങൾക്ക് അദാബ് ഉള്ളതിലും കുറച്ചും കൂടെ ഏറ്റിത്തരാനല്ലാതെ കുറക്കാനുള്ള പ്ലാൻ ഇല്ല. അതിപ്പോ തന്നെ പറഞ്ഞേക്കാം. ഒരു സഹാബി പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഓർത്തുകൂടാത്തത് അതാണ്. അങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോ ഇനി പറയാ, ഇനിയും കൂട്ടിത്തരാൻ തന്നെയാണ് ആ തീരുമാനം. അത് വല്ലാത്തൊരു വാക്കാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഈ നരകത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എനിക്കും നിങ്ങൾക്കും കടക്കേണ്ടതെങ്കിൽ ഞാനും നിങ്ങളും ഒരിക്കലും ഈ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് അലംഭാവമുണ്ടാവാൻ പാടില്ല. നന്നായി കരുതണം, നന്നായി കരുതണം. നമുക്കുണ്ടോ ഇതൊക്കെ പറഞ്ഞിട്ട് തലയിൽ കയറുന്നു? ഇതൊക്കെ കേട്ടിട്ട് നമുക്കുണ്ടോ വല്ല പുതുമയും? അതാ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലൊരു സ്വഹാബി. ആ സ്വഹാബിക്ക് നരകം എന്ന് കേട്ടുകൂടാ. നരകം എന്ന് കേൾക്കുമ്പോഴേക്ക് അയാൾക്ക് ബേജാറാണ്. അള്ളാഹുവിന്റെ ഹബീബ് നിസ്കാരം കഴിഞ്ഞാൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചവനെ, നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം, ദുനിയാവിലും ആഖിറത്തിലും ഹസനത്ത് നൽകണം, നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം എന്ന പ്രാർത്ഥന നിർവഹിക്കുന്നു എന്ന കാരണം കൊണ്ട് അത് കേൾക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു അൻസാരി സഹോദരൻ, മദീനത്തുകാരനാണ്, നാട്ടുകാരനായ പ്രവർത്തകനാണ്. ആ പ്രവർത്തകൻ റസൂലുള്ളാഹിയുടെ വലതുഭാഗത്തു നിന്നും നിസ്കരിച്ചാൽ കാണുന്ന കൂട്ടുകാരൻ അയാളെ നിസ്കരിച്ചിട്ട് കാണുന്നില്ല. ഇയാൾക്ക് പ്രശ്നം ഒന്ന് മാത്രമാണ്, റസൂലുള്ള ഈ ദുആ നടത്തുന്നു, അദാബന്നാർ, അന്നാർ, അന്നാർ, നരകം, 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 നരകശിക്ഷ ഞങ്ങളെ തൊട്ട് കാക്കണേ. നരകം, നരകം എന്ന് പറയുന്നത് ഇയാൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അത് കേൾക്കുമ്പോഴേക്ക് അയാൾ ആകെ പിടുത്തം വിടുകയാണ്. അപ്പൊ തൽക്കാലം നിസ്കാരം വേണ്ടെന്ന് കരുതി, ജമാഅത്ത് നിസ്കാരം വേണ്ടെന്ന് കരുതി വീട്ടിലിരിക്കാൻ തീരുമാനിച്ചു. നബിതങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ശ്രദ്ധിച്ചു. നബിതങ്ങൾ ചോദിച്ചു, എന്റെ വലതുഭാഗത്ത് കാണുന്ന കൂട്ടുകാരനെവിടെ? അവർ പറഞ്ഞു, നബിയേ, നിങ്ങൾ ഇങ്ങനെ നരകം, നരകം, നരകം എന്ന് പറയുമ്പോ ക്ലാസ് എടുക്കുകയാണെങ്കിലും അങ്ങനെ, ദുആ ചെയ്യാണെങ്കിലും അങ്ങനെ, നബിയെ അത് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അയാൾ പുരയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, എന്നാൽ സാരമില്ല, 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 ഞാൻ നാളെ അയാളെ ആശ്വസിപ്പിക്കാൻ അയാളെ വീട്ടിൽ ചെല്ലുന്നുണ്ടെന്ന് പറ നിങ്ങൾ. ഇവർ ചെന്ന് ആ വിവരം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഈ വിവരം കേട്ടതോടുകൂടെ കൂട്ടുകാരൻ അതൊരു പുതിയ ടെൻഷനായി. അത് പുതിയൊരു ടെൻഷനായി. ഇത്തരം സംഭവങ്ങൾ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഞാൻ